ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. എക്സിറ്റ് പോളിനേക്കാൾ വലുത് ജനവിധിയെന്ന് മന്ത്രി VN വാസവൻ. 4-ാം തീയതി വരെ സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്. UDFന്റെ കൂട്ടായ പ്രവർത്തനം വിജയം കണ്ടതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. 28-ാം തീയതിയിലെ ഹർത്താൽ പരാജയപ്പെടുത്താൻ സർക്കാരും പോലീസും ഗൂഢാലോചന നടത്തിയെന്ന് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ. നിതിൻ രാജിന് നീതി കിട്ടുന്നതുവരെ സമരം തുടരും. സമരക്കാർക്കെതിരെ കേസെടുക്കാനുള്ള കോടതി തീരുമാനം ഇരട്ട നീതി. സർവ്വരാജ്യ തൊഴിലാളി ദിനത്തിനൊരുങ്ങി നാട്. പാമ്പാടിയിൽ വിപുലമായ മെയ് ദിനം. വർണ്ണാഭമായ മെയ് ദിന റാലി രാവിലെ. കനത്ത മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ നാശനഷ്ടം. പാലായിൽ ടൗൺ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിന്റെ സീലിംഗ് ഇളകിപ്പോയി. വാർത്തകൾ വിശദമായി. എക്സിറ്റ് പോൾ അല്ല, ജനവിധിയാണ് വലുതെന്ന് മന്ത്രി VN വാസവൻ. എന്തെങ്കിലും ഒരു തരംഗം ഉള്ളതായി നിലവിലെ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നില്ലെന്നും മന്ത്രി VN വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എക്സിറ്റ് പോൾ അല്ല, ജനവിധിയാണ് വലുതെന്ന് മന്ത്രി VN വാസവൻ. എക്സിറ്റ് പോൾ എല്ലാം ശരിയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ തവണ LDF അധികാരത്തിൽ വരുമായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മുഹമ്മദ് റിയാസും MM മണിയും പരാജയപ്പെടും എന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലം. ഇരുവരും വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. LDF 75 മുതൽ 78 വരെ സീറ്റ് നേടുമെന്നായിരുന്നു കഴിഞ്ഞ തവണ എക്സിറ്റ് പോൾ ഫലം പ്രവചിച്ചത്. എന്നാൽ 99 സീറ്റുകളുമായാണ് LDF അധികാരത്തിൽ വന്നതെന്നും VN വാസവൻ പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും ഒരു തരംഗം ഉള്ളതായി നിലവിലെ ഒരു ഫലവും പറയുന്നില്ല. കേരളത്തിൽ LDF അധികാരത്തിൽ വന്നാൽ 75 78 ഒക്കെ വരെ മാത്രമേ വരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 99 സീറ്റുകൾ നേടിയാണ് കഴിഞ്ഞ പ്രാവശ്യം എക്സിറ്റ് പോളിൻ്റെ എല്ലാ വിധിയേക്കാളും മറികടന്ന് നല്ല മജോറിറ്റിയിൽ LDF അധികാരത്തിൽ വന്നു. ഒരു എക്സിറ്റ് പോളിനും അത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയാൻ കഴിഞ്ഞിരുന്നില്ല, നിങ്ങൾ ഓർക്കും. അതുകൊണ്ടാണ് കൃത്യമായി കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർക്കം നല്ലതാണെന്ന് പറഞ്ഞത്. അപ്പോൾ എക്സിറ്റ് പോളെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. ചില ഘട്ടങ്ങളിൽ ചിലത് ശരിയായി വന്നിട്ടുണ്ടാവാം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചുള്ള മുൻ അനുഭവങ്ങൾ വെച്ചും ഇതുവരെയുള്ള നമ്മുടെ ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കിയ ഉള്ളടക്കങ്ങൾ വെച്ചും എക്സിറ്റ് പോളിനേക്കാൾ വ്യത്യസ്തമായിരിക്കും കേരളത്തിലെ 4-ാം തീയതി വരാൻ പോകുന്ന റിസൾട്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മജോറിറ്റി കിട്ടുന്ന രൂപത്തിലേക്കായിരിക്കും കേരളം വിധി എഴുതാൻ പോകുന്നത്. എക്സിറ്റ് പോൾ അല്ല വലുത്, ജനവിധിയാണ് വലുത്. ഇപ്പോൾ ഏതായിരുന്നാലും നമുക്ക് കണ്ടിടത്തോളം ഈ റിസൾട്ടിനകത്ത് വന്ന എക്സിറ്റ് പോളിലും ഒരു തരംഗമുള്ളതായി എവിടെയും പറയുന്നില്ല. 4-ാം തീയതി വരെ എല്ലാവർക്കും സ്വപ്നം കാണാൻ അവകാശമുണ്ടെന്നും LDFന് വിശ്വാസം ജനങ്ങളെയാണെന്നും VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കൂട്ടായ പ്രവർത്തനം വിജയം കണ്ടു എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും UDFന് ഒപ്പം നിന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. UDFന്റെ കൂട്ടായ പ്രവർത്തനം വിജയം കണ്ടു എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നതിനേക്കാൾ വലിയ വിജയം UDFന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്ത പ്രയത്നത്തിലുള്ള പ്രയോജനം ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം കേരളത്തിൽ പ്രവർത്തിക്കാത്ത ഒരു UDF പ്രവർത്തകൻ പോലും ഇല്ല. എല്ലാവരും സർവ്വശക്തിയോടുകൂടി ഈ ഗവൺമെൻറ് മാറുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനം എക്സിറ്റ് പോളിലുണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. എക്സിറ്റ് പോളിന് അപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളതാണ് പല ആളുകളുടെ ഇപ്പോഴത്തെ ചോദ്യം. കാരണം എക്സിറ്റ് പോൾ കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുമോ, അതിനപ്പുറത്ത് പോകാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ എന്നാലും വന്നൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വമ്പിച്ച വിജയത്തിലേക്കാണ് UDF പോകുന്നത് എന്നുള്ളത് ഈ ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. LDF സർക്കാരിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഈ ജനവിധിക്ക് കാരണം. ഈ സർക്കാർ ഒരു സ്വപ്ന ലോകത്തായിരുന്നു. നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയില്ല. ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളും UDFനൊപ്പം നിന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് ആദിവാസി സംഘടനകൾ ഈ മാസം 28-ന് നടത്തിയ ഹർത്താൽ പരാജയപ്പെടുത്താൻ പോലീസും സർക്കാരും ഗൂഢാലോചന നടത്തിയെന്ന് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സമരസമിതിക്കാർക്കെതിരെ കേസെടുക്കാനുള്ള അവധിക്കാല കോടതിയുടെ തീരുമാനം ഇരട്ട നീതിയാണെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ കോളേജ് പ്രിൻസിപ്പലിനെയും
വകുപ്പ് മേധാവിയെയും അധ്യാപകരെയും അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം കേരളത്തിൽ തുടരുമെന്ന് ആക്ഷൻ കൗൺസിൽ. ഏപ്രിൽ 28 നടത്തിയ ഹർത്താൽ തകർക്കുവാൻ പോലീസ് തെരുവുഗുണ്ടകളെ പോലെ പെരുമാറുകയും കള്ളക്കേസിൽ കുടുക്കി പ്രവർത്തകരെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള തീരുമാനം ഹർത്താലിന്റെ വിജയമാണെന്നും ജുഡീഷ്യറിയുടെ കർശനമായ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിതിൻ രാജിന്റെ ഈ അന്വേഷണം ഇന്നലെ ഹർത്താൽ കഴിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ നിർബന്ധിതമായി. ഞങ്ങളുടെ ആവശ്യമൊന്നുമില്ല, കുടുംബത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഹർത്താലിന്റെ പുറകിൽ അതൊക്കെ നടക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ കാരണം പോലീസ് വീഴ്ച വരുത്തി പിടികിട്ടിയോണ്ടാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത് ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം നടത്തണം. അതല്ലാതെ ഇതിന്റെ വസ്തുത പുറത്തോട്ട് വരത്തില്ല. കാരണം കണ്ണൂർ രാഷ്ട്രീയത്തിലെ പ്രഗത്ഭന്മാരായ ചില ആളുകളാണ് ഈ അധ്യാപകരെ സംരക്ഷിക്കുന്നത് എന്നാണ് ആക്ഷൻ കൗൺസിൽ സൂചിപ്പിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ലയിൽ നടന്ന സംഭവത്തിൽ ക്യാൻസർ രോഗിയാണെന്ന് സമരക്കാർ അറിഞ്ഞത് വൈകിയാണ്. ക്യാൻസർ രോഗിയുമായി സംസാരിച്ചതിന്റെ പേരിൽ സമരസമിതി നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിൽ അടച്ചത് വധശ്രമത്തിനാണ്. ബസ്സിൽ നിന്നിറങ്ങി കാൽനടയായി വന്ന ഇവർ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് സമരം ചെയ്തവരോട് സംസാരിച്ചത്. പിന്നീട് ഇവരെ പോലീസ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ചു കാണിച്ചതൊഴിച്ചാൽ ഹർത്താൽ പൊതുവെ സമാധാനപരമായിരുന്നു എന്നും ഇവർ പറഞ്ഞു. ഹർത്താലിൽ പൊതുമുതൽ നശിപ്പിച്ചതുമായോ ജീവനക്കാരെയോ ആവശ്യ സർവീസുകളെയോ ആക്രമിച്ചതായോ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നുള്ളതും സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നു. സമരസമിതിക്കാർക്ക് എതിരെ കേസെടുക്കുവാനുള്ള അവധിക്കാല കോടതിയുടെ തീരുമാനം ഇരട്ട നീതിയാണെന്നും ഇത് മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്നും ജുഡീഷ്യറിയുടെ കർശനമായ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. ആക്ഷൻ കൗൺസിലിന് വേണ്ടി ചെയർമാൻ കെ സുരേഷ്, ജനറൽ കൺവീനർ സണ്ണി എം കപ്പിക്കാട്, കെ അംബുജാക്ഷൻ, AK സജീവ്, VP ജോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. CITUവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർണ്ണാഭമായ മെയ്ദിന റാലി നാളെ പാമ്പാടിയിൽ നടക്കും. പാമ്പാടി വിമലാംബിക സ്കൂൾ പരിസരത്തു നിന്നും രാവിലെ 9 മണിക്ക് റാലി ആരംഭിക്കും. റോളർ സ്കേറ്റിംഗ്, കളരിപ്പയറ്റ്, ഓട്ടൻതുള്ളൽ, തെയ്യം, തിറ, കരകം, കെട്ടുകാഴ്ച എന്നിവയെല്ലാം റാലിയുടെ ഭാഗമായി ഉണ്ടായിരിക്കും. തുടർന്ന് MGM ജംഗ്ഷന് സമീപം ചേരുന്ന പൊതുസമ്മേളനം CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം VN വാസവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടകരായ KM രാധാകൃഷ്ണൻ, ES സാബു, VM പ്രദീപ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാവിലെ 9 മണിക്ക് മെയ്ദിന റാലി പാമ്പാടി കാളച്ചന്ത ജംഗ്ഷന് തൊട്ടു പിന്നിലുള്ള വിമലാംബിക സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് ആരംഭിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ച പോലെ വിവിധ ബാനറിൻ്റെ കീഴിൽ ഹെഡ്ലോഡാഞ്ചൽ വർക്കേഴ്സ് യൂണിയൻ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ, ആർട്ടിസാൻസ് യൂണിയൻ, ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ, ചെത്തു മദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ തുടങ്ങി വിവിധ ട്രേഡ് യൂണിയനുകളുടെ ബാനറിൻ്റെ പിന്നിലാണ് തൊഴിലാളികൾ അണിനിരക്കുന്നത്. പൊതുസമ്മേളനം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രിയായ ബഹുമാനപ്പെട്ട ശ്രീ VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. കനത്ത മഴയ്ക്കൊപ്പം എത്തിയ കാറ്റ് ജില്ലയിൽ പലയിടങ്ങളിലും നാശനഷ്ടമുണ്ടാക്കി. പാലായിൽ ടൗൺ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിന്റെ സീലിംഗ് തകർന്നു. വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് കനത്ത മഴ പെയ്തപ്പോൾ കനത്ത കാറ്റ് പലയിടത്തും നാശനഷ്ടങ്ങളുണ്ടാക്കി. പാലായിൽ ടൗൺ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിന്റെ സീലിംഗ് കാറ്റിൽ തകർന്നു വീണു. എറണാകുളം വൈക്കം ഭാഗങ്ങളിലേക്ക് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡിന്റെ സീലിംഗ് ആണ് തകർന്നത്. 4:30 വീശിയടിച്ച കനത്ത കാറ്റിലാണ് വെയിറ്റിംഗ് ഷെഡിന്റെ സീലിംഗ് തകർന്നത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ടൗൺ സ്റ്റാൻഡിലെ മറ്റൊരു വെയിറ്റിംഗ് ഷെഡ് തൂണുകൾ ദ്രവിച്ച് തകർന്നു വീഴാറായ അവസ്ഥയിലാണ്. കനത്ത മഴയിൽ വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. പലയിടത്തും വൈദ്യുതി ബന്ധവും തകരാറിലായി. ഫയർഫോഴ്സ് എത്തിയാണ് ഒടിഞ്ഞു വീണ മരങ്ങൾ വെട്ടിനീക്കുകയും റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ ടൗൺ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിന്റെ അടിത്തൂണുകൾ തുരുമ്പെടുത്തു. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ് തൂണുകൾ. പാലാ ടൗൺ ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അടിത്തൂണുകൾ തുരുമ്പെടുത്ത് ഏത് സമയവും നിലത്ത് വീഴാവുന്ന അവസ്ഥയിൽ. ശോച്യാവസ്ഥയിലെത്തിയിട്ടും നഗരസഭാ അധികാരികൾ നടപടി എടുക്കുന്നില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി. 5 പൈപ്പ് തൂണുകളാണ് ഉള്ളത്. ഈ 5 തൂണുകളും തുരുമ്പെടുത്തിരിക്കുകയാണ്. യാത്രക്കാർ ഇരിക്കുമ്പോഴുള്ള കൈപ്പടികളും അടിഭാഗം തൂണുകളും തുരുമ്പെടുത്ത് ഏത് സമയവും ഒടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണ്. വേനൽ മഴയ്ക്കൊപ്പം എത്തുന്ന
വീശുന്ന ശക്തമായ കാറ്റിൽ വെയിറ്റിംഗ് ഷെഡ് ഇളകി വീഴുമോ എന്ന ഭയത്തിലാണ് യാത്രക്കാർക്ക് ആവശ്യമായ സുരക്ഷയും സംരക്ഷണവും നൽകുന്നതിനും തുരുമ്പെടുത്ത പൈപ്പ് തൂണുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും മുനിസിപ്പൽ അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പാലാ പൗരാവകാശ സമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എക്സിറ്റ് പോളിനേക്കാൾ വലുത് ജനവിധിയെന്ന് മന്ത്രി VN വാസവൻ. 4-ാം തീയതി വരെ സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്. UDFന്റെ കൂട്ടായ പ്രവർത്തനം വിജയം കണ്ടതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. 28-ാം തീയതിയിലെ ഹർത്താൽ പരാജയപ്പെടുത്താൻ സർക്കാരും പോലീസും ഗൂഢാലോചന നടത്തിയെന്ന് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ. നിതിൻ രാജിന് നീതി കിട്ടുന്നതുവരെ സമരം തുടരും. സമരക്കാർക്കെതിരെ കേസെടുക്കാനുള്ള കോടതി തീരുമാനം ഇരട്ട നീതി. സർവ്വരാജ്യ തൊഴിലാളി ദിനത്തിനൊരുങ്ങി നാട്. പാമ്പാടിയിൽ വിപുലമായ മെയ് ദിനം. വർണ്ണാഭമായ മെയ് ദിന റാലി രാവിലെ. കനത്ത മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ നാശനഷ്ടം. പാലായിൽ ടൗൺ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിന്റെ സീലിംഗ് ഇളകിപ്പോയി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.